ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലൊക്കെ കണ്ട പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. കുറേ നാളുകൊണ്ട് ചെയ്യണം എന്ന് കരുതിയൊരു വീഡിയോ ആണ് ഇത് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ കാണുന്ന ആളുടെ പേര് ഗുണ്ടു എന്നാണ് കേട്ടോ. ഈ ഒരു പേര് അവൾക്ക് വരാൻ കാരണം അവൾ ജനിച്ച സമയം നല്ല ഗുണ്ടുമണിയായിട്ടാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ടാണ് അവൾക്ക് നമ്മൾ ഗുണ്ടു എന്ന് ഇട്ടത്. ഇപ്പം ഗുണ്ടുവിനെ പോലെ വേറെ രണ്ടുപേരും കൂടെ ഉണ്ട്, അതായത് വിക്രവും തക്കടും. അവർ പുറകെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ നേരെ അമ്മയടുത്തേക്ക് പോയി. അന്നേരം അമ്മ അവിടെ നല്ല ചൂട് ദോശയും തലേന്ന് ചിക്കൻ കറിയൊക്കെ ചൂടാക്കി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ നിന്ന് ദോശയും കറിയും മേടിച്ചിട്ട് ഞാൻ നേരെ TV കാണാൻ വേണ്ടി പോയി കേട്ടോ. പണ്ട് തൊട്ടേ എനിക്ക് TV കണ്ട് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഫുഡ് അങ്ങോട്ട് ഇറങ്ങത്തില്ല. ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ മാത്രമേ ഉള്ളൂ, പുറത്തോട്ടൊന്നും അങ്ങനെയല്ല കേട്ടോ. വീട്ടിൽ നമ്മളെ സ്വന്തം വീട്ടിലല്ലേ നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ദേ ഫുഡും കൊണ്ട് നേരെ TV ഇരിക്കുന്ന റൂമിലോട്ട് പോയി TV വെച്ചു. TV ഇരുന്ന് കാണുകയാണ്. TVയിൽ ഞാൻ കാണുന്നത് കോമഡി ചാനലാണ് കേട്ടോ. എനിക്ക് അത് കാണാൻ ഒരുപാട് ഇഷ്ടം. വല്ലാത്തൊരു റിലാക്സേഷൻ ആണ് അത് കാണുമ്പോൾ. അങ്ങനെ അതൊക്കെ കണ്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ റിച്ചുപോന് വന്നു കേട്ടോ. റിച്ചുപോന് രാവിലെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. റിച്ചുപോന് കൊടുത്തതിന് ശേഷമാണ് ഞാൻ കഴിക്കായിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ ഫുൾ ടൈം കളിയും ബഹളവും ഒക്കെയാണ്. ഇവിടെ വന്ന ഇവന്റെ കളിക്കൂട്ടുകാരിയോ എന്ന് പറയുന്നത് എൻ്റെ വല്യമ്മയാണ്. രണ്ടുപേരും കൂടെ കളിയും ചിരിയും ബഹളവും കഥ പറച്ചിലും അങ്ങനെയൊക്കെ ആയിട്ട് സമയം പോകും കേട്ടോ. അതിന് കുറച്ചു നേരം അവന് ഇങ്ങനെ കളിച്ച് ചിരിച്ച് ഇരുന്ന് ഞാനും എൻ്റെ ഫുഡും കഴിച്ചതിന് ശേഷം പുറത്തോട്ടിറങ്ങിയപ്പോൾ ദേ അച്ഛനോടെ കാക്കയ്ക്ക് ബിസ്ക്കറ്റ് കൊടുക്കും. കാക്കയാണെങ്കിൽ ഒരു ഇതും ഇല്ലാതെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ വല്ലതും അടുത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ എപ്പോഴും പറന്നു പോയനെ. പ്രത്യേകിച്ച് അച്ഛന് ഈ പട്ടി, പൂച്ച, കാക്ക ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് അച്ഛന് കുരങ്ങൻ വരെ ഉണ്ടായിരുന്നെന്നാണ് അച്ഛൻ പറയുന്നത്. അതിനി ചുമ്മാതാണോ ഉള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം അടുത്ത എൻ്റെ പണിയിലേക്ക് പോയി. ഇവിടെ വന്ന് എൻ്റെ പണി എന്ന് പറയുന്നത് തുണി അലക്കമാണ്. അല്ലാതെ ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് വേറെ എടുത്തു പറയാനായിട്ട് പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പിന്നെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ റെയിൽവേ ട്രാക്ക് ഉണ്ട്. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ ട്രെയിൻ പോണതൊക്കെ കാണാം. അപ്പൊ റിച്ചുവിന് ട്രെയിൻ പോണത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ട്രെയിൻ പോണത് നോക്കി നിന്ന് തുണി അലക്കവും അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ തുണിയൊക്കെ കഴുകിയിട്ട് വന്നപ്പോൾ അമ്മയുടെ ചെടികളൊക്കെ ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി ഞാനും ഏട്ടനും കൂടി അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പണ്ട് തൊട്ടേ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ചെടികൾ. അപ്പൊ ഇടയ്ക്ക് വെച്ച് അമ്മയ്ക്ക് വയ്യായികയൊക്കെ വന്നപ്പോൾ ഈ ഒരു ചെടികളുടെയൊക്കെ ഇഷ്ടം അങ്ങ് പോയി. പിന്നീട് ആളൊന്ന് ഓക്കെ ആയപ്പോൾ വീണ്ടും അങ്ങനെ ചെടികളൊക്കെ മേടിച്ച് അങ്ങനെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പോൾ നമ്മുടെ മിന്നു വന്നിട്ടുണ്ടായിരുന്നു. റിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ മിന്നു ഫുൾ ടൈം ഇവിടെയാണ് കേട്ടോ. അവർ രണ്ടുപേരായി കളിയും ബഹളവും ഒക്കെ ആയിട്ട് അവരങ്ങനെ നിൽക്കും. പിന്നെ ഇതാണ് എൻ്റെ വല്യമ്മ, അതായത് നമ്മുടെ റിച്ചുവിൻ്റെ കൂട്ടുകാരി, കളിക്കൂട്ടുകാരി. അവ കണ്ടില്ലേ, ബെഡിലൊക്കെ ഇങ്ങനെ ടോയ്സ് ഒക്കെ വെച്ച് വല്യമ്മയായിട്ട് കളിക്കൊക്കെ ഉണ്ട് ഇവന്റെ ജോലി. റിച്ചു റിച്ചു ഹായ് പറ. അങ്ങനെ ഞാനും മിന്നുവും കൂടെ റീൽസ് എടുക്കാനായിട്ട് പുറത്തോട്ട് വന്നപ്പോൾ റിച്ചു പോലെ അങ്ങനെ ബാഗും തൂക്കി വന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റീൽസ് ഒക്കെ എടുത്തതിന് ശേഷം റിച്ചുവിനെ കൊണ്ടുപോയി ഉറക്കാനായിട്ട് കിടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ റിച്ചു കുട്ടൻ ഫ്ലാറ്റ് ആയി കേട്ടോ. അവൻ ഉറങ്ങി. അപ്പൊ കൂടെ ഏട്ടനും അങ്ങ് ഉറങ്ങി കേട്ടോ. അപ്പൊ രണ്ടുപേരും ഉറങ്ങുകയാണ്. അതുകൊണ്ട് ഞാൻ കരുതി പോയി ചോറ് തിന്നാമെന്ന്. അങ്ങനെ നേരെ അടുക്കളയിലേക്ക് വിട്ടപ്പോൾ അമ്മ നല്ല മീൻ വറുത്തതും അവിയലും ഒക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പൊതുവെ അടുപ്പിലാണ് കേട്ടോ, വിറകടുപ്പിലാണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഗ്യാസ് അങ്ങനെ വലുതായിട്ട് ഇവിടെ യൂസ് ചെയ്യത്തില്ല. അപ്പം എല്ലാം ഇതേപോലെ മൺകലത്തിലാണ് എല്ലാം ഇവിടെ ഫുഡ് റെഡിയാക്കുന്നത്. അങ്ങനെ ചോറൊക്കെ എടുത്തു. അങ്ങനെ ഞാൻ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അല്പം മധുരമാവാമെന്ന് കരുതി അവിടെ ഇരുന്ന് ഒരു നൻകട്ടും എടുത്താണ് കഴിച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ റിച്ചുപോൻ അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു, കൂടെ ഏട്ടനും. അങ്ങനെ രണ്ടുപേരും അങ്ങനെ എഴുന്നേറ്റു. അങ്ങനെ റിച്ചുപോനെ കൊണ്ടു പുറത്തൊക്കെ പോയി ചോറൊക്കെ കൊടുത്ത് ഏട്ടനും അങ്ങനെ ചോറൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ചു നേരം അവനോടൊപ്പം കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നീട് വൈകിട്ടായി 3-3:30 ആയപ്പോഴത്തേക്കും അമ്മ ചായ ഇട്ടു. ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അങ്ങനെ പുറത്തായിരുന്നു. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.